എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ മുനമ്പം സമരം 342-ാം ദിവസം ഇത് നിരാഹാരം എത്തിയേക്കുക. ഈ വിഷയത്തെ സംബന്ധിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ടും മറ്റ് മാധ്യമങ്ങളുടെ തിരക്ക് മാറിക്കഴിഞ്ഞ ശേഷം യഥാർത്ഥത്തിൽ എന്താണ് വിഷയം, ഇത് എന്താണ് ഇതിൻ്റെ സത്യം എന്ന് ലോകം മുഴുവനുള്ള നമ്മുടെ പ്രേക്ഷകരോട് അറിയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഏതൊക്കെയാലും ഈ പള്ളിയിലൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്താണ് ഇവിടെ വരാൻ ഇടയായത്. അപ്പോൾ ഈ ദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. എന്നാൽ ഇന്ന് ഈ സംഭവത്തെക്കുറിച്ച് ആധികാരികമായി നമ്മളോട് സംസാരിക്കാൻ ഈ ദേശത്തിൻ്റെ പ്രതിനിധിയായി സ്റ്റാലിൻ ദേവൻ എന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെയുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പഠനമുള്ള സാറേ നമസ്കാരം. ഈ വിഷയത്തിൽ ഈ മുനമ്പം വിഷയം എന്ന് പറയുന്നതിൻ്റെ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ചരിത്ര സംഭവം, അത് പ്രിയ പ്രേക്ഷകർക്ക് അത് വളരെ ലളിതമായി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഏറ്റവും സത്യസന്ധമായ കാര്യങ്ങൾ ഒരു മായവും ചേർക്കാതെ അവരോടൊന്ന് വിശദീകരിക്കാമോ? അതായത് ഇത് ഒരു വഖഫ് ആകാനുള്ള ഒരു സാധ്യതയും ഇല്ല. അതിൻ്റെ കാരണം ഈ വഖഫ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം തൻ്റെ സ്വന്തം പ്രോപ്പർട്ടി അള്ളാഹുവിലേക്ക് ഡെഡിക്കേറ്റ് പെർമനൻ്റായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇസ്ലാം മതം അനുശാസിക്കുന്ന രീതിക്കുള്ള പയസ്, റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ആയിരിക്കണം. പെർമനൻറ്റ് ഡെഡിക്കേഷൻ. വഖഫിൻ്റെ അർത്ഥം തന്നെ സ്റ്റോപ്പേജ് എന്നാണ്. അതായത് കാലാകാലങ്ങളായിട്ട് ഒരു പ്രോപ്പർട്ടിയുടെ അവകാശം ടൈറ്റിൽ മാറി മാറി വന്ന് അവസാനം അള്ളാഹുവിന് കൊടുക്കുന്നതോടുകൂടി അത് എന്നേക്കുമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു ടൈറ്റിൽ പ്രോപ്പർട്ടി ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ മുനമ്പത്തേക്ക് വരികയാണെങ്കിൽ ഈ 1900-ൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഇപ്പം നമ്മളുടെ അപ്പൂപ്പന്മാർക്ക് പോലും സ്വന്തമായിട്ട് വസ്തുവൊന്നും ഉണ്ടായിരുന്നില്ല. 3 ടൈപ്പ് ജന്മിമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പണ്ടാരവക, പിന്നെ ദേവസ്വം ദൈവത്തിൻ്റെ വക, ബ്രഹ്മസ്വം ഈ ബ്രാഹ്മണരുടെ വക. അപ്പോൾ അവരുടെ വസ്തുക്കളിൽ കയറി കുടിയെടുക്കുക, അല്ലെങ്കിൽ പാട്ടത്തിനെടുക്കുക, ഒറ്റിയെടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ആൾക്കാർ താമസിച്ചിരുന്നത്. അപ്പോൾ രാജാവ് അന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടാരക വസ്തുക്കളെ വലിയ വലിയ ആൾക്കാരൊക്കെ കൃഷി ചെയ്യാനും മറ്റും വേണ്ടിയിട്ട് കൊടുക്കും, പാട്ടത്തിന് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഈ പ്രശ്നം തുടങ്ങുന്നത് 1915 അന്നത്തെ രാജാവ് പിന്നെ സത്താർ സേട്ടു എന്ന് പറയുന്ന ഒരു ഗുജറാത്തി മുസ്ലിമിന് ഈ മുനമ്പത്തെ വസ്തുക്കൾ പണ്ടാരവക വെറും പാട്ടമായിട്ട് കൊടുക്കും. അതായത് ഉടമസ്ഥൻ സർക്കാരും പാട്ടക്കാരൻ ഈ സത്താർ സേട്ടുവും ആയിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചിടത്തോളം നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുശേഷം അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ കാര്യം നമുക്കിവിടെ ചർച്ച ചെയ്യണ്ട. മുനമ്പത്തേക്ക് വരികയാണെങ്കിൽ കരീം സേട്ടു എന്ന് പറയുന്നൊരു മകനുണ്ടായിരുന്നു. അപ്പോൾ കരീം സേട്ടു മകൻ മരിക്കുന്നു. പക്ഷെ മകന് ഒരു മൈനറായ ചെറുമകനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 1924 അദ്ദേഹം തൻ്റെ പ്രോപ്പർട്ടികൾ അവരുടെ ഇത് വെച്ചിട്ട് ഈ മരണശേഷമേ ഈ പ്രോപ്പർട്ടി പോകത്തു. അപ്പോൾ 1924 ഒരു വിൽപ്പത്രം എഴുതി. അതിൽ ഈ മുനമ്പത്തെ വസ്തു ഉൾപ്പെട്ടിരുന്നില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് പണ്ടാര വെറും പാട്ടമായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്ന വസ്തുക്കൾ മാത്രം അദ്ദേഹം പാർട്ടീഷൻ ചെയ്ത് അതിൽ ഈ മകൻ്റെ മകനും ഒക്കെ സെറ്റിൽ ചെയ്തു. ഈ അദ്ദേഹം മരിക്കും. അതിനുശേഷം ഈ പയ്യൻ കുഞ്ഞ് വലുതായി കല്യാണം കഴിച്ച് അവനൊരു മോളും ഉണ്ടാകും. പക്ഷേ ആ കുട്ടിക്ക് 2 വയസ്സുള്ള സമയത്ത് അമ്മ മരിച്ചു. 5 വർഷം കഴിഞ്ഞ് ഇവർക്ക് 7 വയസ്സായ സമയത്ത് അച്ഛനും മരിച്ചു. അപ്പോൾ സിദ്ദീഖ് സേട്ടു എന്ന് പറയുന്ന ഒരു കഴുകൻ കണ്ണതൊക്കെ കാണുകയാണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതുമല്ല അവർ തമ്മിൽ അന്ന് വലിയ ഇന്നും കൂട്ടായ്മയായിരിക്കും ഈ സേട്ടുമാരെന്നൊക്കെ പറയുമ്പോൾ. അന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അവർ ദൂരെ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയും സ്നേഹബന്ധവും കൂട്ടായ്മയും കാണും. അപ്പോൾ ഈ കുടുംബത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അങ്ങേക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഈ വസ്തുക്കളെന്ന് വെച്ചാൽ അനാഥമായിട്ട് കിടക്കുന്നത്. പാട്ടക്കാരനില്ല, പാട്ടത്തിലാണ്, പക്ഷേ പാട്ടക്കാരനില്ല. അപ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസം അടുത്ത് വരുന്നത് 1947. അന്ന് മുതൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റും നിലവിൽ വരും. അത് വന്നു കഴിഞ്ഞാൽ ഈ പഴയ പാട്ട് വസ്തുക്കളൊക്കെ സർക്കാരിലേക്ക് പോകും. അപ്പോൾ ഇദ്ദേഹം ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കഥ എഴുതുകയാണ്. ഷെർലക് ഹോംസിൻ്റെ കഥ പോലെ തന്നെ ഇരിക്കും. അതായത് ഈ മൈനറായ ഒരു കുട്ടിയുണ്ടല്ലോ, പെൺകുട്ടി, അതിന് കോടതിയിൽ അതിൽ യഥാർത്ഥ അമ്മാവൻ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ലീഗൽ ഗാർഡിയനായി പോവുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. ഇദ്ദേഹം
ഈ കുട്ടിയുടെ ലീഗൽ ഗാർഡിയനായിട്ട് അഭിനയിച്ചുകൊണ്ട് ആ കുട്ടിക്കും ഈ മരിച്ചുപോയി എന്ന് പറയുന്ന ആളിൻ്റെ 4 സഹോദരിമാർക്കും ആയിട്ട് ഈ വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ വസ്തു ആയിരുന്നു എന്ന് വിവരിച്ചുകൊണ്ട് ഒരു ഭാഗപത്രം എഴുതി. ഇത് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 18 ദിവസം മുമ്പ്. അപ്പോൾ ഒരു ഭാഗപത്രത്തിൽ സ്വാഭാവികമായിട്ടും എത്ര കക്ഷികളുണ്ടോ അവർക്കൊക്കെ അവകാശം കിട്ടും. നമുക്കിനി ഇതൊക്കെ കള്ളമല്ല, സത്യമാണെന്ന് വിചാരിക്കാം. ഈ 50% ടോട്ടൽ വസ്തുവിൻ്റെ അവകാശം അഥവാ യഥാർത്ഥത്തിലായിരുന്നു എങ്കിൽ കിട്ടേണ്ടിയിരുന്ന മൈനർക്ക് 1 സെൻറ്റ് വസ്തുവും കൊടുത്തില്ല. വേറെ ഒരു സ്ത്രീക്കും ഒന്നും കൊടുക്കുന്നില്ല, 2 സ്ത്രീകൾക്കൊന്നും കൊടുക്കുന്നില്ല, ഒരു സ്ത്രീക്ക് മാത്രം ഒരുപാട് കൊടുക്കുന്നു. ഇതിൽ എഴുതിയിരിക്കുകയാണ്, പക്ഷേ ഈ പെണ്ണുങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഏതാണ് ഇതെല്ലാം പവർ ഓഫ് അറ്റോർണിക്കാരെന്നും പറയുന്ന ഒപ്പിട്ടേക്കുന്നത്. ഈ സ്ത്രീകൾ പോലും ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പ്രമാണം എഴുതി അങ്ങ് വെച്ചു ഭാഗപത്രമായിട്ട്. 5 മാസം കഴിഞ്ഞപ്പോൾ ഈ ഏറ്റവും കൂടുതൽ കിട്ടിയ സ്ത്രീ ഉണ്ടല്ലോ, ഇതൊക്കെ ഇമാജിനറിയാണ്, ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ അവരുടെ പേര് മാത്രം അവിടെ എഴുതി. അവരിൽ നിന്നും മുനമ്പം ഇദ്ദേഹം വിലയ്ക്ക് വാങ്ങുന്നതായിട്ട് ഒരു തീരാധാരം 1948 എഴുതി. അപ്പോൾ പേപ്പറിലെങ്കിലും ഈ വസ്തുക്കൾ സിദ്ദിഖ് സേട്ടുവിൻ്റേതായിട്ട് മാറും. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ 48 വാങ്ങിക്കുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഫറൂഖ് കോളേജിന് യഥാർത്ഥത്തിൽ 1 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ടാണ് കൊടുത്തത്. അത് പിന്നെ ഒരു ജലീൽ സാറുണ്ടായിരുന്നു, കോഴിക്കോട് എൻ്റെ വൈസ് ചാൻസലറായിരുന്നു, അതുപോലെ തന്നെ ഫറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നുള്ള ആത്മകഥയിൽ അത് പറയുന്നുണ്ട്. 1950 1 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ വസ്തു ഫറൂഖ് കോളേജ് വാങ്ങിയത്. പക്ഷേ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇവിടെ 404.76 ഏക്കർ സ്ഥലമാണ് ഈ സത്താർ സേട്ടുവിന് കൊടുത്തിരുന്നത്. ഈ 404.76 ഏക്കർ എന്ന് പറയുന്നതിനകത്ത് എത്ര കുടുംബങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇവിടെ? ഇപ്പം വന്നിട്ട് 620 കുടുംബങ്ങളുണ്ട്. എത്ര ആളുകൾ? അന്ന് അവിടെ ഇവിടെ ആൾക്കാരുണ്ട്, കുടികിടപ്പ്. 1967 പരവൂർ സബ് കോടതി വിധിയിൽ 14 പേർക്ക് ഇവിടെ കുടികിടപ്പ് അവകാശം ഉണ്ട് എന്നാണ് പറയുന്നത്. അതും മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ദാനം നടത്തിയത്. കുടികിടപ്പ് നമ്മൾ വഖഫ് ചെയ്യണമെങ്കിലും അതിൽ ഇൻകം ഫറൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കോടതി പറഞ്ഞു ഇവിടെ 14 പേർക്ക് കുടികിടപ്പ് അവകാശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വസ്തുവിനെ എങ്ങനെ വഖഫ് ചെയ്യാൻ പറ്റും? 2, അങ്ങേര് പറഞ്ഞതൊക്കെ ആ പ്രമാണങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഒരു മൈനറുടെ അവകാശമുള്ള വസ്തുവിനെ എങ്ങനെ വഖഫ് ചെയ്യാൻ പറ്റും? സാധാരണ ഇതിൽ മൈനർ അവകാശമുള്ള വസ്തുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ലഭിക്കാം. കാരണം ഈ കുട്ടി വലുതായിട്ട് ക്ലെയിം ചെയ്യുമ്പോൾ ആ വാങ്ങിയ ആളിനെ കൂടെ കക്ഷി ചേർക്കണമെന്നേ ഉള്ളൂ. അതിന് മുന്നിൽ നിയമപരിഹാരം ഉണ്ട്. അത് ആ ദാനം കൊടുത്താലും ഇതൊക്കെ പോസിബിളാണ്. പക്ഷേ അള്ളാഹുവിന് കൊടുത്താൽ എങ്ങനെയാണ് ഈ വസ്തു കൊടുക്കാനേ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ക്ലെയിം കിടക്കണം, അവകാശം കിടക്കണം. അങ്ങനെയുള്ള വസ്തുവിനെ ഇസ്ലാമിക നിയമപ്രകാരം വഖഫാക്കാൻ കഴിയില്ല. ഈ സിദ്ദിഖ് സേട്ട് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചാൽ പോലും ആമിന എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അവകാശം അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അദ്ദേഹം എത്ര നല്ല രീതിക്ക് ഇപ്പം പറയുന്ന പ്രമാണത്തിൽ അത് എഴുതിയിട്ടുണ്ട്, ഇത് എഴുതിയിട്ടുണ്ട്, ആ ക്വസ്റ്റ്യനല്ല ഈ വസ്തുവിനെ ഒരിക്കലും വഖഫാക്കാൻ നിയമപ്രകാരം സാധ്യമല്ല. ടെക്നിക്കൽ സൈഡ്. ഇനി ഇതിൻ്റെ പ്രായോഗിക വശം നമ്മുടെ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ ഈ 400-ലധികം ഏക്കർ സ്ഥലത്ത് 600-ലധികം ആളുകൾ താമസിക്കുന്നു. ഈ ആളുകളുടെ കയ്യിലുള്ള ആധാരങ്ങൾ, ഇവർക്കെല്ലാം ആധാരം ഉണ്ടല്ലോ, പട്ടയമുള്ള സ്ഥലമാണല്ലോ, ഈ ആധാരങ്ങൾക്ക് എന്നാ പഴക്കമുണ്ട്? 89 മുതലാണ് 93 വരെയാണ് ഇവിടെ വസ്തുക്കൾ വാങ്ങിച്ചിട്ടുള്ളത് ഫറൂഖ് കോളേജിൽ. ഫറൂഖ് കോളേജിൽ നിന്നാണ് ഇവർ വാങ്ങിച്ചത്. ഇവർ അദ്ദേഹം ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു, ഫറൂഖ് കോളേജിൻ്റെ നിന്ന് ഇവർ തീരാധാരമായി എടുക്കുന്നു. ഇപ്പോൾ ഇത് വഖഫ് ബോർഡാണോ ഇത് കേസ് കൊടുത്തിരിക്കുന്നത്? അല്ല, പിന്നെ വഖഫ് ബോർഡിന് കേസ് കൊടുക്കേണ്ട ആവശ്യം 1995 ആക്ട് പ്രകാരം ഇല്ല. അവരൊക്കെ അങ്ങ് പിടിച്ചെടുത്തിട്ട് ഓർഡറും ഇട്ട് അവരെ രേഖയിൽ എഴുതി വെച്ച് റവന്യൂ വകുപ്പിന് ഇത് ഇനി മേലാൽ അവർക്ക് കരമടയ്ക്കാനൊന്നും പറ്റത്തില്ല, ഇത് വഖഫ് പ്രോപ്പർട്ടി ആയി എന്ന് പറഞ്ഞാൽ മാത്രമേ. വളരെ സുഖമുള്ള ജോലിയാണ്. അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ ഇത് വഖഫ് പ്രോപ്പർട്ടി ആക്കാൻ പറ്റിയവർക്ക് ഇതുവരെ ആയിട്ടില്ല. കാരണം ഇങ്ങനെ വഖഫ് ബോർഡ് ചെയ്യുമ്പോൾ, ഇതുപോലെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ ആക്ട് പ്രകാരമുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുക എന്നുള്ളത്. കാരണം ടൈറ്റിൽ ടു ദ പ്രോപ്പർട്ടി ഈസ് അണ്ടർ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഉടമസ്ഥൻ ആരെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഞാൻ ഇതിലിടപെട്ട് ആദ്യം മുതലേ പറഞ്ഞു, നിങ്ങൾ ഓടിപ്പോയിട്ട് വഖഫ് ട്രൈബ്യൂണലിൽ പുതിയ OA കൊടുക്കണം, അതുമാത്രമാണ് പരിഹാരം. ഇല്ല, ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന് പുല്ല് വില തന്നില്ല. അവർ 1-2 വർഷം ഹൈക്കോടതി കയറി ഇറങ്ങി. ഇവിടുത്തെ ഭൂസംരക്ഷണ സമിതി ഉണ്ട്, നേതാക്കൾ, ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ നിയമം പിടിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണ്. അവരിതെല്ലാം വിശ്വസിച്ച് പൈസയും കാര്യങ്ങളൊക്കെ പിരിവെടുത്ത് അവരെ കൊടുക്കുന്നു. അവർ ഹൈക്കോടതി തന്നെ കേസ് കൊടുത്തു. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും പോയില്ല. അവസാനം ഞാൻ ജനം TV യിൽ പറഞ്ഞു, ചർച്ചയിൽ പറഞ്ഞു, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ
ആത്മഹത്യ ചെയ്തിരുന്നു. കാരണം വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈനൽ എന്നാണ് വഖഫ്. ട്രൈബ്യൂണലിന്റെ കോടതി ഇവിടെ എവിടെയുള്ളത്? കോഴിക്കോടാണ്. ഇടയ്ക്ക് പിന്നെ എറണാകുളം സിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് അവസാനം ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഈ വഖഫ് ഭേദഗതി നിയമം ആദ്യം പിന്നെ പാർലമെൻറ്റ് പാസ്സാക്കി JPCക്ക് പോയി. അപ്പോൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ബില്ലിൽ ഇവർക്കുള്ള ഒരു പരിഹാരവുമില്ല. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിരുന്ന മുൻകാല പ്രാബല്യം വരും, എല്ലാം ശരിയാവുമെന്നാണ്. 30 വർഷം മുമ്പുള്ള ഒരു നിയമപ്രകാരം ഒരുപാട് കേസുകളിൽ കോടതികൾ വിധി പറഞ്ഞതാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഒരു പുതിയ നിയമത്തിന് മുൻകാല പ്രാബല്യം കൊടുക്കാൻ പറ്റുന്നത്? കാരണം കോടതി പറഞ്ഞാൽ ശരിയാവോ, ഇവർ പറഞ്ഞാൽ ശരിയാവും. അത് പോസിബിൾ അല്ല, നിയമപ്രകാരം പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, ഇവർക്ക് ഒരു പരിഹാരം കിട്ടത്തില്ല. പക്ഷേ JPCയിൽ പോയി JPC റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ചെറിയ ചെറിയ പരിഷ്കാരങ്ങൾ വരുന്നു. അപ്പോൾ ഒരു പുതിയ ഇൻസെഷൻ 2A എന്നും പറഞ്ഞ് എഴുതി. അപ്പോൾ ഞാൻ അർദ്ധരാത്രി 12:30 മണിക്കാണ് എനിക്ക് പിന്നെ ഇത് കിട്ടുന്നത്. 936 പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കെല്ലാം വായിക്കേണ്ടത് അറിയാം എന്തൊക്കെയാണ്. അപ്പോൾ ഇവരെ റെക്കമെൻഡേഷൻ മാത്രം വായിച്ച് 3 മണിയായപ്പോൾ മുനമ്പത്തിൻ്റെ പരിഹാരം ഞാൻ അവിടെ കണ്ടെത്തുക. അപ്പോൾ മുനമ്പം വിഷയത്തിനുള്ള പരിഹാരം നമുക്ക് ഇപ്പോൾ അറിയാൻ വ്യക്തമായിട്ട് 100% അതിന് ഈ റൂൾസ് വരാൻ പോയില്ലോ. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു വിധി വന്നല്ലോ. സുപ്രീം കോടതി ഇതിന് ഈ 2Aക്ക് പിന്നെ സ്റ്റേയും ഇല്ല. സുപ്രീം കോടതി ശരിക്കും എന്താണ് പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞത് ഈ പുതിയതായിട്ട് കോടതിയുടെ വാക്കുകൾ പറയാതെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ സുപ്രീം കോടതി പറഞ്ഞത് ഈ കൊണ്ടുവന്ന പുതിയ വഖഫ് ഭേദഗതി നിയമം 100% ശരിയെന്നാണ്. ശരി ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഭേദഗതി നിയമം 100% ശരിയാണ്. കാരണം ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ എന്ത് പക്ഷപാതിത്വമാണ് കാണിക്കുകയെന്ന് അറിയാൻ പറ്റില്ല. കറക്റ്റായിട്ടുള്ള ന്യൂസ് ആർക്കും കൊടുക്കാറില്ല. ഇന്ന് ഞാൻ തന്നെ അവസാനം ഇത് എന്തിനാണ് ഈ ആൾക്കാർ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ട് അതാണ് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കമൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ക്ലിയറായിട്ട് കാര്യം മനസ്സിലായത്. കാരണം ഇന്ന് ഞാൻ പിന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ ഹാരിസ് ബിരാനെ, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഭയങ്കര തിരിച്ചടിയാണ്, മറ്റാണ് മറിച്ച് അങ്ങനെ വലിച്ചു കയറിക്കൊണ്ട് ഞാനൊരു വീഡിയോ ഉണ്ട്, ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും. കാര്യകാരണ സഹിതം അദ്ദേഹം കൊടുത്ത ഒരു പെറ്റീഷൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം തന്നെ ഡ്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ പുതിയ നിയമ ഭേദഗതി ഇവിടെ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് സ്റ്റേ ചെയ്തു. ആദ്യം അദ്ദേഹത്തിന് പിന്നെ വീഡിയോ പറയുന്നത് 3 വകുപ്പ് സ്റ്റേ ഉണ്ട്, അടുത്ത സെക്കൻഡ് പറയുന്നത് 2 ഉള്ളെന്ന്. പുള്ളിക്ക് എന്ത് പറയണം എന്ന് അറിഞ്ഞൂടാ, ആ ഒരവസ്ഥയിലായിരുന്നു. ഇതിൽ ഒന്ന് വന്നിട്ട് 5 വർഷം പ്രാക്ടീസ് ചെയ്തൊരു മുസ്ലിമിന് മാത്രമേ വഖഫ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പുതിയതായിട്ട് കൊണ്ടുവന്നു. അത് യഥാർത്ഥത്തിൽ അപ്ലൈ ചെയ്യുന്നത് ഈ കൺവെർട്ട് ചെയ്യണവർക്ക് മാത്രമേ ഈ രേഖ കൊണ്ട് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളവരെ ബൈ ബർത്ത് മുസ്ലിമായിട്ടുള്ളവർ എന്ത് ഡോക്യുമെൻ്റ് കാണിച്ചുകൂടാ. അപ്പോൾ ഇതെന്താണ് ഈ ഇതുപോലെയുള്ള പെട്ടെന്നുള്ള കൺവെർഷൻ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ വസ്തുണ്ട്, ഞാൻ അതിൽ വച്ചിരിക്കുകയാണ് ബാങ്കിൽ. ഓക്കെ, അവരെ പറ്റിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം? മതം മാറിയിട്ട് ഇത് വഖഫാക്കിയിട്ട് എന്തുകൊണ്ടാണ് ഈ പത്രങ്ങൾ, നമ്മുടെ ഇവിടുത്തെ മെയിൻ പത്രങ്ങളൊന്നും യഥാർത്ഥത്തിലുള്ള വിഷയം പറയാത്ത എന്താ? ഈ കാര്യത്തിൽ മാത്രമല്ല, അവർ ഒരു കാര്യത്തിലും പറയില്ല. അവർ പക്ഷപാതത്തോടു കൂടി ഒരു അവരങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താ? കാരണം തീർച്ചയായിട്ടും അവരുടേതായ നമ്മുടെ ഈ സമരവേദിയിൽ തന്നെ മെയിൻ 2 പത്രങ്ങൾ കിടപ്പുണ്ട്, ഒന്നുകൂടെ ഉണ്ടാവണം. ഈ 3 പത്രത്തിന്റെ കേരളത്തിലെ പ്രധാന 3 പത്രങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥന്മാരാണ്? എനിക്കറിയില്ല, ഞാൻ അത് വായിക്കാറില്ല, വർഷങ്ങൾക്ക് മുമ്പ് മതിയാക്കി. ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ വന്നതിന് ശേഷം അല്ല, യഥാർത്ഥത്തിൽ ആ പത്രങ്ങളുടെ ഉടമസ്ഥൻ ആരാണ്, ആർക്കാണ് അതിൻ്റെ മേജർ ഷെയർ ഹോൾഡർ എന്ന് നമുക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പത്രങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിലാവും. അല്ല, അത് ശരിയാണ്. പക്ഷേ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യം പഠിക്കാനുണ്ട്. യവന്മാരെ മനോരമയും മാതൃഭൂമിയും വായിച്ച് നമ്മൾ ഈ ദേശാഭിമാനിയൊക്കെ വായിച്ച് സമയം കളയുന്നേക്കാളും നമുക്ക് ഇതേ മുനമ്പത്തിൽ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒന്നും പഠിക്കാൻ പറ്റുമോ? അതിൽ നമുക്ക് ഏതാണ്ട് മനസ്സിലാകുന്നത് ഈ പ്രശ്നം ഇപ്പം പ്രത്യക്ഷമായിട്ട് ബാധിക്കുന്നത് ഏതാണ്ട് ഒരു 3000-ഓളം പേരാണ് അല്ലേ? 6, 3, 18, 2500 പേരെങ്കിലും കാണും. 2500 പേരെങ്കിലും മിനിമം ഉണ്ടാവും. ഇതിപ്പം ഒരു കുറച്ച് കഴിയുമ്പോൾ ഇത് കേരളം മുഴുവൻ വിവിധ സ്ഥലങ്ങളിൽ ഏതാവും ഈ വഖഫിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ വരാം. അല്ല, പോയി മോഡി 10 അടിച്ച് താഴ്ത്തിക്കളാം. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി പൊങ്ങാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പഴയ വഖഫ് ആക്ടിൽ ഒരു നിയമം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പേപ്പർ വായിച്ചതിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞത്, പേപ്പർ വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പേപ്പർ വായിച്ചാൽ മനസ്സിലാകുന്നത് വഖഫ് ആക്ടിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പെന്ന് പറയുന്നത് ഈ സെക്ഷൻ 40 ആയിരുന്നു. അത് നിങ്ങളുടെ പറയാതെ തന്നെ അവർ രേഖകൾ തിരുത്തുന്നു, ഓർഡർ ഇടുന്നു, റവന്യൂക്ക് അയക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഈ വഖഫ് ട്രൈബ്യൂണലിൽ പോകുക എന്നുള്ളതല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ഓക്കെ, ഇതെന്താണ് അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള വേറെ സ്റ്റെപ്പുണ്ട്, ആർക്കും അറിഞ്ഞുകൂടാത്ത.
ലോ ഓഫ് ലിമിറ്റേഷൻ ഇവർക്ക് ബാധകമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വസ്തുവിൽ ഞാൻ കയറി താമസിക്കുകയാണ്, നിങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. 12 വർഷം കഴിയും ആ വസ്തുവിൻ്റെ ഇവിടെ എത്ര പേർക്കറിയാം? അപ്പോൾ നിങ്ങൾക്ക് തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 12 വർഷത്തിനകത്ത് നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഇവൻ അനധികൃതമായിട്ട് 12 വർഷത്തിനകത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ഒരു പ്രധാന പോയിന്റ് പറയുന്നത്. അല്ലല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ വസ്തുവിൽ കയറി അനധികൃതമായി താമസിക്കുക, നിങ്ങൾ കാണുന്നുമുണ്ട്, പക്ഷേ നിങ്ങൾ പ്രതികരിക്കുന്നില്ല. ഞാൻ അവിടെ കിടക്കുന്നു. 12 വർഷം കഴിയുമ്പോൾ ആ വസ്തുവിൻ്റേതാകുക. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ചായ കുടിച്ചപ്പോൾ ചായക്കടക്കാരൊക്കെ പറയുന്നു 40 വർഷമായിട്ട് അവരുടെ പേരിൽ ആധാരമുണ്ട്. 40 വർഷമായിട്ട്. അപ്പം 40 വർഷമായിട്ട് ആധാരം എന്ന് പറയുമ്പോൾ ഈ 12 പോയി. അല്ലല്ല, നിങ്ങൾ മനസ്സിലായില്ല. അതായത് നിങ്ങൾക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 12 വർഷത്തിനകത്ത് അവൻ അനധികൃതമായിട്ട് എൻ്റെ ഒരിടത്തേക്ക് താമസിക്കുകയെന്ന് പറയണം. 12 വർഷം കഴിഞ്ഞാൽ നമ്മളതായല്ലോ. ഈ വഖഫ് ബോർഡിന് വഖഫ് ആക്റ്റിൽ ആ ലോ ഓഫ് ലിമിറ്റേഷൻ ഇല്ല. നിങ്ങൾ 12 വർഷമല്ല 1500 വർഷമായിട്ട് ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞാലും അവർക്ക് അത് പ്രശ്നമില്ല. അത് അവരങ്ങനെ എഴുതി ചേർത്തു. ഇപ്പോൾ വന്നിട്ട് ആ ലോ ഓഫ് ലിമിറ്റേഷൻ എടുത്തു കളഞ്ഞു. ഇനി ഈ ബില്ല് പാസ്സാക്കിയതാരാ? ഈ ബില്ല് പാസ്സാക്കി നരേന്ദ്രമോദി സർക്കാർ. അതല്ല, ഇത് ഭേദഗതി. ഇത് നിലവിൽ ഇത് പിടിച്ചെടുക്കാവുന്ന രീതിയിൽ ഇത് കൊണ്ടുവന്ന കോൺഗ്രസ്. അതായത് 1954 നെഹ്റു ഒരു നീർക്കോലി വിട്ടു. വലിയ ശല്യമൊന്നുമില്ല. കാരണം ശല്യപ്പെട്ടാൽ നിങ്ങൾക്ക് കോടതിയിൽ പോകും, തെളിവുകൾ ഹാജരാക്കി നിങ്ങൾക്ക് പരിഹാരം കിട്ടും. അപ്പോൾ ഇവർക്ക് അത്രയും വസ്തു ഏറ്റെടുക്കാൻ പറ്റുന്നില്ലല്ലോ, പ്രശ്നമാണ്. അങ്ങനെയാണ് 1995 വഖഫ് ബോർഡ് തീവ്രമായിട്ടുള്ള ഈ വകുപ്പുകൾ കൊണ്ടുവന്നു. നേരത്തെയും വഖഫ് സെക്ഷൻ 40 ഉണ്ടായിരുന്നുവെങ്കിലും ആൾക്കാർക്ക് കോടതിയിൽ പോകാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. ആൾക്കാർ കോടതി പോയി പരിഹാരം കിട്ടും. ശരിക്കും ഈ ബില്ല് കൊണ്ടുവന്നത് ഭേദഗതിയല്ല, ഒറിജിനൽ ബില്ല് കൊണ്ടുവന്നത് ഇത് റൂളാക്കിയത് കോൺഗ്രസ് മനഃപൂർവ്വം ഇത് മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ വഖഫ് നിയമം. ഇനി ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടാണ് ഈ വിഷയത്തിൽ. ഇപ്പോഴും കോൺഗ്രസ് ഇവിടെ വി ഡി സതീശൻ വന്നിട്ട് പറഞ്ഞാൽ എന്താ, ഈ വഖഫ് ആക്റ്റും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് 10 മിനിറ്റിനകത്ത് വഖഫ് ആക്കി തന്നെ പരിഹാരം ഉണ്ടാക്കാനും പറ്റും, എന്നെ മുഖ്യമന്ത്രിയാണ്. അല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് പരിഹാരം ഉണ്ടാവാ? ഇവരൊക്കെ ആൾക്കാരെ പറ്റിക്കുകയാണെന്നേ. ഇപ്പോൾ ബൈ നെയിം എന്നെ വി ഡി സതീശൻ അറിയാം. കാരണം കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഞാൻ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ പുള്ളിയുടെ അടുക്ക നടക്കുകയാണ്. പുള്ളിക്ക് സ്റ്റാലിൻ്റെ അവനെ അറിയാം, പക്ഷേ ഞാനാണെന്ന് അറിയില്ല. പിണറായി വിജയൻ എന്നെ അറിയാം ബൈ നെയിം. കാരണം അവരെന്നെ വിളിച്ച് ചോദിക്കുന്നില്ല എന്താണ് ഈ പുതിയ പരിഹാരമുണ്ടോ നിങ്ങൾ പറയുന്നത്. ഞാൻ അതിനെ പിടിച്ച് അടുത്തത് പറയണമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞൂടെ, എന്തുകൊണ്ട് വിളിക്കുന്നില്ല? അതുകൊണ്ട് ഈ മുനമ്പക്കാരെ സഹായിക്കണമെന്ന് ഇവരൊക്കെ ഒരു താല്പര്യവുമില്ല. പിന്നെ നമ്മളെന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള ബുദ്ധി ഇതെന്തുണ്ട്, ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ പ്രമാണങ്ങളും. സത്യാഗ്രഹത്തിൻ്റെ 342-ാം ദിവസം നമ്മളിവിടെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് കേട്ടത്. എനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ ഈ സമരത്തിനെതിരായിരുന്നു. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിന് പോകുമ്പോൾ സമരം ചെയ്യണം. ഞാൻ രസകരമായി ഇവരെയൊന്നും കുറ്റം പറയാനല്ല. നിങ്ങളുടെ വീട്ടിന് പോകുമ്പോൾ സമരം ചെയ്യരുത്, എനിക്ക് നിങ്ങൾ 1000 രൂപ തന്നാലേ ഞാൻ പോവും. നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കയ്യിൽ 1000 രൂപ ഇല്ല, എന്ത് ചെയ്യും? കാരണം ഈ വഖഫ് നിയമത്തിൻ്റെ അകത്ത് സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഒരു പരിഹാരവും ചെയ്യാൻ പറ്റില്ല. ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഈസ് ദ ട്രൈബ്യൂണൽ. അപ്പോൾ ഇവരെടുത്തു, ട്രൈബ്യൂണലിൽ പോയി കേസ് നടത്തി ജയിക്കുക. ഈ ട്രൈബ്യൂണൽ മാത്രമാണ് ഒരു രക്ഷകൻ. അപ്പോൾ നമ്മൾ എത്ര ദിവസം സമരം ചെയ്താലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒരു പരിഹാരം തരാൻ പറ്റില്ല. കാരണം എന്താണ്, വൺസ് എ വഖഫ് ആൾവേസ് എ വഖഫ് എന്നാണ് വഖഫ് ബോർഡ് പറയുന്നത്. അവർ ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചിലർ പറയും ഞങ്ങളുടെ സമയത്ത് ചെയ്തില്ല എങ്കിലും ഒരു ഡെമോക്രസിൻ്റെ വാള് കണക്ക് അവരെ വഖഫ് ബോർഡിന് എന്ത് വേണമെങ്കിലും എടുക്കാന്നുള്ളൊരു നിയമമായിരുന്നു. അല്ല, ഇപ്പോഴത്തെ ഈ പുതിയ ഭേദഗതിക്ക് ശേഷം ഈ അധികാരം വഖഫ് ബോർഡിൻ്റെ കയ്യിലുണ്ടോ ഇപ്പം, അല്ലെ വഖഫ് ട്രൈബ്യൂണലുണ്ടോ? ഇപ്പം ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ, അപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് ആയല്ലോ. അതിപ്പോൾ ട്രൈബ്യൂണലിൻ്റെ മുന്നിലാണ്. ഇപ്പോൾ ട്രൈബ്യൂണലിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഈ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? സംസ്ഥാന സർക്കാരല്ല, ഇപ്പോൾ ട്രൈബ്യൂണൽ ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് എന്ത് ചെയ്യാനാണ് സാധ്യത? 100% ഇവർ ജയിക്കും. കേസ് ജയിക്കും. ഞാനാണ് കേസ് നടത്തണം. 1915 തൊട്ടുള്ള രേഖകൾ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന മനുഷ്യന് 1 സെൻറ്റ് വസ്തു പോലും സ്വന്തമായിട്ട് ഇല്ലാതിരിക്കെ എങ്ങനെ വഖഫ് ഉണ്ടാക്കി? അതല്ല, വസ്തു ഉണ്ടായിരുന്നു വെച്ചു, എങ്ങനെ ഒരു മൈനർക്കുള്ള അവകാശത്തിൻ്റെ ഉള്ള ഒരു വസ്തുവിനെ വഖഫാക്കി? അപ്പോൾ ഇത്രയും നാൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് 1971 പറവൂർ സബ് കോടതി ഇതൊരു വഖഫാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്നെ കണക്കുള്ള കുറച്ച് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഭാഗ്യത്തിന് ജൂൺ മാസം 3-ാം തീയതി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് പരിശോധിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ കണ്ടെത്തൽ
ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വിവിധങ്ങളായ നുണപ്രചരണങ്ങൾ തീർച്ചയായിട്ടും ഈ 3000 ആളുകളുടെ ജീവിതമാർഗം അടയ്ക്കാൻ വേണ്ടി, അല്ലെ അവരുടെ താമസ സ്ഥലം അടയ്ക്കാൻ വേണ്ടി ഈ വിവിധങ്ങളായ നുണപ്രചരണങ്ങൾ എന്തിനു നടത്തുന്നു? അത് ഇവർക്ക് ഇതെങ്ങനെയെങ്കിലും വക്കഫാക്കി കഴിഞ്ഞാൽ, ട്രൈബ്യൂണലിനെ കൊണ്ട് വക്കഫാക്കി കഴിഞ്ഞാൽ അത് പാവപ്പെട്ട ജനതയാണ്, അവരെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ പറ്റത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അവരങ്ങ് നിങ്ങളങ്ങ് ഉപേക്ഷിച്ച് നിങ്ങൾക്ക് 500 ഏക്കർ ഞങ്ങൾ വേറെ എവിടെയും തരാം. എങ്ങനെയുണ്ട്? എന്നിട്ട് ഈ സ്ഥലം പിടിച്ചെടുത്തിട്ട് എന്തായിരിക്കും അവിടുത്തെ ഉദ്ദേശം? എടുത്തു കഴിഞ്ഞാൽ കോംപ്രമൈസിലേക്ക് പോകാൻ പറ്റും. അല്ല, കോംപ്രമൈസ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ സ്ഥലത്തിന് എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? ആരുടെ ലക്ഷ്യം? 500 ഏക്കർ വേണമെങ്കിൽ കോംപ്രമൈസിൽ കൊടുക്കാവുന്നൊരു വേറെ കിട്ടുമല്ലോ, വേറെ കൊടുക്കാമല്ലോ. പക്ഷേ ഇവിടുന്ന് 1 സെന്റ് വസ്തു പോലും ഭാവിയിൽ വക്കം ബോർഡിന് കിട്ടാൻ പോകുന്നു. അത് ശരി, ഞാൻ പറഞ്ഞത് വേറെ 500 ഏക്കർ കൊടുത്ത് ഈ 400 ഏക്കർ ഇവർ തിരിച്ചു പിടിക്കണം എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം എന്തായിരിക്കും? കോടികൾ രൂപ. അതായത് ഈ ടൂറിസം ആര് പിടിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുനമ്പം അല്ലേ? അല്ല, മുനമ്പം വക്കഫായി കഴിഞ്ഞാൽ ഈ മുനമ്പത്തെ ആൾക്കാർക്ക് തന്നെ ഈ വസ്തുക്കളിൽ വിട്ടുകൊടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പകരം 500 ഏക്കർ വേറെ എവിടെയെങ്കിലും കൊടുക്കാനാണ് ധാരണ. അല്ല, സർക്കാരിന് കിട്ടാൻ പോണില്ല. അല്ല, സർക്കാരിനല്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഇഷ്ടം പോലെയൊക്കെ ഒഴുകൂല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം നടക്കുന്നതെല്ലാം അടിയിലെ കളികളാണ്. അടിയിലെ കളിയെല്ലാം അടിയിലെ കളി ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കാണുന്ന ജനാധിപത്യം, അതിനകത്ത് കാണുന്ന മതാധിപത്യം, അതിൻ്റെ പുറകിലുള്ളൊരു തീവ്രവാദം. ഈ 3 കാര്യങ്ങളാണ് സത്യത്തിൽ നമ്മുടെ ഇവിടെ ഇപ്പം നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഈ 2 സംഭവം വെളിയിൽ ഇപ്പോൾ കാണുന്നില്ല, കാണും കുറച്ച് കഴിഞ്ഞാൽ ആണല്ലോ. അപ്പോൾ ഈ 2 സംഭവങ്ങൾ അകത്ത് നിന്നുകൊണ്ട് കളിക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു ഗുണഭോക്താവായിട്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ആർക്കായിരിക്കും ഈ വിഷയത്തിൽ? അതിൽ സമർത്ഥമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയക്കാർക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഈ വക്കഫായി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇതിനകത്ത് ഗുണമൊന്നുമില്ലേ? അവർക്ക് പകരം കൊടുക്കില്ലേ 500 ഏക്കർ വേറെ എവിടെയെങ്കിലും? അത് അവർക്ക് കിട്ടും. അത് അവരുടെ ലാഭം. രാഷ്ട്രീയക്കാർക്ക് തന്നെ ലാഭം. അതിൻ്റെ അടിയിൽ അങ്ങനെ ഒരു കോംപ്രമൈസിൽ എത്തിക്കുന്നതിന് അവർക്ക് അവരുടേതായ ലാഭങ്ങൾ കാണും. ഈ ജനത്തിനോ? ഇവിടുത്തെ ജനത്തിന് വസ്തു കിട്ടും. അല്ലെ, നമ്മൾ പൊട്ടന്മാരില്ലേ ഈ ജനം എന്ന് പറയുന്നത് കേരളത്തിൽ. ഈ ജനത്തിന് വസ്തു കിട്ടുമെന്ന് പറയുമ്പം ജനം ഇങ്ങനെ ദീർഘകാലം തീർന്ന് ജീവിക്കാന്നോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പരിഹാരം ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. വഖഫ് ആക്ട് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. വഖഫ് ട്രൈബ്യൂണലിൽ പോവുക, അവർ പറയുന്നത് അവസാനമാണ്. അപ്പം നമ്മളിത് കേരളത്തിലെ അവസ്ഥ നോക്കുമ്പം എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാലും കേരളത്തിലെ നിലവിലുള്ള ലീഡിങ് രാഷ്ട്രീയക്കാർക്ക് ഇതിന് മുതലെടുപ്പുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? 100%. കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളെ വോട്ട് ബാങ്ക് ഉണ്ട്. അവർ ഏത് രാഷ്ട്രീയത്തിലായാലും അവസാനം വരുമ്പോൾ അവരുടെ കാര്യം വരുമ്പോൾ അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട്, അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അവരുണ്ടെങ്കിൽ ഒരു LDFനായാലും UDFനായാലും ഭരണത്തിൽ വരാൻ പറ്റും. അപ്പോൾ അതിനുള്ള കടിപിടിയാണ് 140. എനിക്ക് വ്യക്തമായിട്ടറിയാം 1995 ആക്ട് ഭരണഘടനാ വിരുദ്ധമായിരുന്നു, ഈ വരാൻ പോകുന്നത് നല്ലതാണെന്നും അറിയാം. എന്നിട്ടും നമ്മുടെ അസംബ്ലിയിൽ 140 MLAമാർ ഒരുമിച്ച് നിന്നാണ് പുതിയ ഭേദഗതി കൊണ്ടുവരാൻ പാടില്ല എന്ന് റെസൊല്യൂഷൻ പാസ്സാക്കിയത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? മുസ്ലിം വോട്ട് കാണാം, വേറെ ഒന്നുമില്ല. അത് നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഹിന്ദുക്കൾ സ്കാറ്റേഡാണ്, ക്രിസ്ത്യാനികൾ സ്കാറ്റേഡാണ്, പല പാർട്ടികൾക്കും വോട്ട് ചെയ്യും. പക്ഷേ ഇതിനെ പിടിച്ച് കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ഭരിക്കാം. അതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതാണ് സത്യം, ഇവിടെ നടക്കുന്ന സത്യം അതാണ്. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഈ വഖഫ്. അല്ലെങ്കിൽ കണ്ണും മനസ്സും ഉള്ള ആർക്കും ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വഖഫല്ല എന്ന്. അപ്പം നമുക്കിത് മനസ്സിലാക്കുമ്പോൾ ഈ പുതിയ ഭേദഗതി പ്രകാരം, അല്ലെങ്കിൽ ആ നിയമപ്രകാരം, അല്ലെങ്കിൽ ആ പരിഷ്കാര പ്രകാരം ഇത് വഖഫ് കോടതിയിലോട്ടും ആ പരിഷ്കാരം എത്തുമല്ലോ. എത്തും. അപ്പം അങ്ങനെ വരുമ്പം ഈ ഒരു പേരിലുള്ള ഒരു പ്രശ്നം ഇന്ത്യ മുഴുവൻ, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് മാത്രമല്ല, ഒരുപാട് കേസുകളുണ്ടല്ലോ, ഇന്ത്യ മുഴുവനുള്ള കേസുകൾക്ക് ഒരു പരിഹാരമാകും. തീർച്ചയായിട്ടും. അല്ല, പണ്ട് പിടിച്ച് ഫൈനലായി പോയതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിടിച്ചെടുത്തായി പോയത് ഇപ്പോൾ ഈ ടെൻറ്റേറ്റീവായിട്ട് കേസുകളായിട്ട് നടക്കുന്നതിന് അവർക്ക് അപ്പീൽ കൊടുക്കാൻ സാധിക്കും, സുപ്രീം കോടതി വരെ പോകാൻ പറ്റും. ഈ അടുത്ത കാലത്ത് വല്ല അവർ പിടിച്ച് കയ്യിലെടുത്തിട്ടുണ്ടോ വസ്തു എവിടെയും? ഇവിടെ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് മുനമ്പം, പിന്നെ മുനമ്പം ഒന്നും പിടിച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ. ഓൺ പേപ്പർ മനസ്സിലായി. ഇത് ഈ പിടിച്ചെടുത്താലും കുഴപ്പമില്ല, ഈ ആൾക്കാർ തീ തന്ന് കിടക്കുകയില്ലേ, കിട്ടുമോ ഇല്ലേ? ഇവിടുത്തെ സാധാരണ പാവപ്പെട്ട ആൾക്കാരൊക്കെ അവർ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇതും പ്രകാരം പിടിച്ചെടുത്തിട്ടുണ്ടോ? 6 ഗ്രാമം പിടിച്ചെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ. 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രം ഉൾപ്പെടെ. മുസ്ലിം മതം ഉണ്ടായിട്ട് 1500 വർഷം ആയില്ല. ഗുരുവായൂർ ക്ഷേത്രം ഇതിനകത്തൊക്കെ വരുവാന്നൊരു സൂചന. നാളെ ഗുരുവായൂർ ക്ഷേത്രം വക്കപ്പാടെന്നും പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചത്. അല്ല, അങ്ങനെ ഒരു പ്രശ്നം എന്താണ് ഇടയ്ക്ക് ഉണ്ടായില്ല? ഉണ്ടാവാം, കാരണം നിയമം ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെയാണ്. അല്ല, അങ്ങനെ എന്തോ ഉണ്ടായില്ലായിരുന്നോ? എന്തോ പറഞ്ഞു, അത് എനിക്കറിയില്ല. സംസാരം ഉണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ AK-47 തന്ന് കണ്ണി കണ്ടവർ ഒക്കെ വെടിവെച്ചോളാമല്ലോ, പെർമിഷൻ സർക്കാർ തന്നു ഞങ്ങൾക്ക് ചെയ്തുകൂടെ? അതാണ് ഈ വക്കഫ് ബോർഡുകൾ ഈ വക്കഫ് ആക്ട് വെച്ച് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇനി
അവർക്ക് മാക്സിമം 12 വർഷം മുമ്പ് വരെയുള്ള ക്ലെയിം മാത്രമേ ഉന്നയിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അപ്പോൾ 12 വർഷം മുമ്പ് ആകുമ്പോൾ എല്ലാ രേഖകളും കാണുമല്ലോ. 12 ദിവസവും ഒരു ദിവസം കൂടെ കഴിഞ്ഞു പോയാൽ വഖഫ് ബോർഡിന് ഇനി ഒരാളുടെയും വസ്തു ക്ലെയിം ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ സെക്ഷൻ 40 പോയി, എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് ഈ തീരുമാനിക്കുകയാണെങ്കിൽ അവർ വഖഫ് ട്രൈബ്യൂണലിൽ കേസ് കൊടുക്കേണ്ടി വരും. അല്ലാതെ നമ്മളെ വസ്തു വഖഫ് എഴുതി വയ്ക്കാനുള്ള ആ പഴയ പരിപാടി തീർന്നു. അവർക്ക് തർക്കമുണ്ട്, ഈ വസ്തു വഖഫാണെങ്കിൽ അവർ വഖഫ് ട്രൈബ്യൂണലിൽ കേസ് കൊടുത്ത് പരാതിക്കാരനായിട്ട് പോകണം. ഇവിടെ എന്താണ്, ഇവർ തന്നെ വസ്തു അങ്ങ് ഏറ്റെടുക്കുന്നു, നമ്മൾ അറിയുന്ന പോലും. ഇനി പൊതുജനത്തിൻ്റെ ഒരു മെയിൻ സംശയം, ഈ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന കോടതി, അതിൻ്റെ ജഡ്ജിയോ അല്ലെ അതിൻ്റെ ബാക്കി ആളുകളൊക്കെ അതാരാ ശരിക്കും? ഗവൺമെൻറ് നിയമിച്ചിരിക്കുന്ന ജഡ്ജിമാരാണോ? ഒരു ജഡ്ജി, 3 പേരാണുള്ളത്. ഒരു ജഡ്ജി, ജില്ലാ ജഡ്ജി, തത്തുല്യമായ ജഡ്ജ്, ഒന്ന് ADM കുറയാത്ത മറ്റൊരു വ്യക്തി. അപ്പം എനിക്കതിലുള്ള സംശയം, ഒരു ഡൈനിങ് ഹാർനസിൽ ഒരുത്തൻ നല്ല പ്രായത്തിൽ സർക്കാർ കയറിയാൽ അവന് ഭാവിയിൽ ADM ആകും, അവന് വല്ല കിഴക്ക കാണും. എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിച്ചു. 3, ഒരു മുസ്ലിം മത പണ്ഡിതൻ. മുസ്ലിം മത പണ്ഡിതൻ ചിലപ്പം മുസ്ലിം നിയമത്തിനെ കുറിച്ചൊക്കെ അറിയായിരിക്കും. ബാക്കിയുള്ളതിനെ കുറിച്ചിട്ട് എൻ്റെ വിവരം കാണും. ഞാൻ അശ്വിനിക്കട പരീക്ഷയിൽ സെക്രട്ടേറിയറ്റ് 1ാം റാങ്ക് വാങ്ങിച്ച വ്യക്തിയാണ്. ഞാൻ വെല്ലുവിളി ചോദിക്കുന്നത്. അപ്പോൾ ഈ 3 പേരാണ് അവിടെ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടു, റൂൾസിൽ 3 പേരും തുല്യരായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. 3 പേര് തർക്കം വന്നാൽ എന്തായിരിക്കും തീരുമാനം? നമ്മൾ ജില്ലാ ജഡ്ജി ഉണ്ട്, സമ്മതിച്ചു. ജില്ലാ ജഡ്ജിയാണ് പരിശോധിക്കുന്നത്. എന്തായാലും 3 പേരും തുല്യരായിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടല്ലോ റൂൾസ് പ്രകാരം. ഒരു സബ്ജക്റ്റിൽ നമ്മൾ ചർച്ച വിഷയം അഡ്ജുഡിക്കേറ്റ് ചെയ്യുമ്പോൾ 2 ADM-ഉം മുസ്ലിം മത പണ്ഡിതനും ഒരു സൈഡിൽ, ജഡ്ജി മറ്റേ സൈഡിൽ ഇവിടെ പോകും. വാട്ട് വിൽ ബി ദ വെർഡിക്റ്റ്? എന്തായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് അങ്ങനെ വന്നാൽ? മെജോറിറ്റി എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം സെൻട്രൽ ഗവൺമെൻറ് എഴുതി കൊടുത്ത റൂൾസ്, ഡ്രാഫ്റ്റ് റൂൾസിൽ ഉണ്ടായിരുന്നു. 3 പേരിൽ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അനുസരിച്ച് അങ്ങ് പോകും. അതേസമയം അതേ ഒരു വിഷയം, ടൈറ്റിൽ തർക്കം, ഉടമസ്ഥാവകാശ തർക്കം സിവിൽ കോടതിയിൽ നടക്കണമെങ്കിലോ ഒറ്റ ജഡ്ജി ഇരുന്നിട്ട് അവിടെ വിധി പറയും. ഇവിടെ 3 പേര്. അപ്പോൾ ആർട്ടിക്കിൾ 14 ഇവിടെ പോയി. ഞാനും നിങ്ങളും തമ്മിൽ ഒരു സിവിൽ കോടതിയിൽ ആണ് ആ തർക്കം പരിഗണിക്കപ്പെടുക എങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏത് കോടതിയിൽ പോയാലും അതേ വിഷയമാണെങ്കിൽ സമാന രീതിയിൽ പരിഗണിക്കണ്ടേ? ആർട്ടിക്കിൾ 14 ലംഘനം. അത് ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ എന്താണ്? അത് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമം എല്ലാവരെയും തുല്യമായി പരിഗണിക്കും. അപ്പോൾ എനിക്ക് നമ്മൾ തമ്മിലുള്ള തർക്കം ഒരു സിവിൽ കോടതിയിൽ പോയി അവിടുത്തെ നടപടിയും കാര്യങ്ങളുമായിട്ട് ഒരു ജഡ്ജിയാണ് ഇത് വിചാരിക്കുക. മറ്റൊരു സ്ഥലത്ത് വഖഫ് ബോർഡുമായിട്ടാണ് നമ്മൾ തർക്കം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ അതേ പരിഗണന കിട്ടണ്ടേ? കിട്ടുകയില്ല. അത് ഞാൻ പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഈ പുതിയതായി കൊണ്ടുവന്ന നിയമത്തിലും ആ ഒരു പരിഷ്കാരം വരുത്തിയിട്ടില്ല. അത് ആർട്ടിക്കിൾ 14 എതിരായിട്ട് ഇപ്പോഴും നിൽപ്പുണ്ട്. അപ്പോൾ ഈ പുതിയ കൊണ്ടുവന്ന ബില്ലിനകത്ത് അങ്ങനെ ഒരു ചെറിയ കുറവുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ട്. കാരണം നമുക്ക് ഭരണഘടന പറയുന്നത് നിങ്ങൾ തുല്യമായി പരിഗണിക്കും നിയമം എന്നെങ്കിൽ എനിക്ക് ഒരു വസ്തുതർക്കം വന്നു കഴിഞ്ഞാൽ സിവിൽ കോടതിയിൽ പോയി അവിടെ കിട്ടുന്ന പരിഹാരം എന്തുകൊണ്ട് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല? ശരിക്കും നമുക്ക് പറഞ്ഞാൽ ഈ പരിഷ്കാരത്തിനകത്ത് ഇതും കൂടെ വേണ്ടതായിരുന്നു. എന്നാലേ 100% എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പം ഇത് തയ്യാറാക്കുന്നവർ ഇതുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് എന്നാലേ അതിൻ്റെ കംപ്ലീറ്റ്നെസ് വരും. കാരണം അപ്പോൾ സാർ വിചാരിക്കുന്നുണ്ടോ ഇത് വീണ്ടും അത് അങ്ങനെ ഒരു പരിഹാരവും കൂടെ ചേർത്ത് എന്നെങ്കിലും വരാം? ഇനി രാഹുൽ ഗാന്ധിയാണ് ഭാവിയിൽ വരുന്നെങ്കിൽ പണ്ടത്തെ ആക്റ്റും വരാം. ഇത് ഒരു കോടതി മുഖാന്തരമുള്ള ഒരു ഇതല്ലല്ലോ. സർക്കാർ ഒരു പോളിസിയുടെ അടിസ്ഥാനം സർക്കാർ കൊണ്ടുവന്ന ഒരു ഇതാണ്. ഇനി രാഹുൽ ഗാന്ധിയാണ് ഭാവിയിൽ. ഇപ്പം നോക്കൂ, ഇവിടെ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട ജനം എന്തോന്ന് ചെയ്തു നിങ്ങൾ തന്നെ പറ. അതുകൊണ്ട് ഭാവിയിൽ ഒരു കോൺഗ്രസ് സർക്കാർ വരികയാണെങ്കിൽ നമുക്ക് 1995 ആക്ടിനെ തിരിച്ചുകൊണ്ടുവരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കോടതി മുഖാന്തരമുള്ളതാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ ഒരു ഗണിയും കൂടി കിടപ്പുണ്ട്. ഇത് ഭരണം മാറും തോറും പിന്നെ ഇത് നിയമങ്ങൾ മാറുമല്ലോ, മാറ്റാൻ പറ്റുമല്ലോ. ശരി, എന്താണെങ്കിൽ സാർ ഇതിനെക്കുറിച്ച് ഇത്രയും കൃത്യമായ ഒരു കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇല്ലിത്. ഇപ്പോൾ ഈ പത്രങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഇപ്പം സുപ്രീം കോടതി വിധി വന്നു എന്ന് പറഞ്ഞാൽ പോലും എല്ലാ മുന്നണികളും അവർക്ക് പറ്റുന്ന രീതി വ്യാഖ്യാനിച്ചാൽ ജനത്തിൻ്റെ മുമ്പിലോട്ട് വിടുന്നത്. നമുക്കിപ്പോൾ പത്രങ്ങളെ ഒന്നും വിശ്വസിക്കത്തില്ല. കേരളത്തിലെ 3 ലീഡിങ് പത്രങ്ങളെ വിശ്വസിക്കാൻ മേലാത്ത കാലമായി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ 13 ജില്ലകൾ റെഡ് സോണും ഓറഞ്ച് സോണും യെല്ലോ സോണുമായിട്ട് ഒരു റിപ്പോർട്ട് ഇറങ്ങി. ഒരു പത്രക്കാരനും ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടാഞ്ഞിട്ടല്ല, ഒരു പത്രക്കാരനും ഇതുവരെ അത് വെളിവിട്ടിട്ടില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷൻ്റെ തലേ ദിവസം വരെ ഓരോ അജണ്ടകൾ
ഓരോ ദിവസവും ഓരോ അജണ്ടകൾ വിടുക. അത് വലിയ ആസൂത്രിതമായിട്ടാണ് വിടുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ മുമ്പേ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ വോട്ട് ബാങ്കിനെ കണക്ക് കൂട്ടിക്കൊണ്ടുള്ള അജണ്ടകളാണ് ഇപ്പോൾ ഇത് നടക്കുന്നതല്ല. തീർച്ചയായിട്ടും ആ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ പാവങ്ങൾ പെട്ടുപോയി എന്ന സങ്കടം ഇപ്പം ഇങ്ങനെ ഒരു സന്തോഷ വാർത്തയോടുകൂടെ അവസാനിക്കട്ടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ റൂൾസ് ഇപ്പോൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ, റൂൾസ് കൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നത്തിൽ പരിഹാരം. ഏതാണ്ട് എത്ര കാലം കൊണ്ട് കൈകാര്യം? ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ സുപ്രീം കോടതി പെൻഡിങ് ആയിരുന്നല്ലോ, അവർ വെറുതെ ഇരുന്ന് കാണത്തില്ല, ഇവരെല്ലാം റെഡിയാക്കി. നമുക്കിതിനെ ഒരു ധാരണ ഉണ്ടല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ അടുത്ത് റൂൾസ് മിക്കവാറും എഴുതി വെച്ചിരിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ അത് പാർലമെൻറ്റിൽ 108B പ്രകാരം പാർലമെൻറ്റിൽ ഇത് ഇരുസഭകളിലും വെച്ച് വീണ്ടും പാസ്സാക്കണം. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം കൂടണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവരും കൂടെ മനസ്സിലാക്കണം. കുറച്ച് സമയം എന്തായാലും എടുക്കും. പക്ഷേ റൂൾസ് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തിനകത്ത് നമുക്ക് കോടതി മുഖാന്തരം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ വഖഫ് ബോർഡാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ 2A പ്രകാരം ഈ ഫറൂഖ് കോളേജും, ഫറൂഖ് കോളേജിൽ ഏത് വസ്തു വാങ്ങിച്ചു, ഫറൂഖ് കോളേജും വഖഫ് ബോർഡുമായിട്ട് പണ്ട് കല്യാണം കഴിച്ചിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അത്രയും വന്നത്. ഈ പുതിയ നിയമപ്രകാരം അവർ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടുകയല്ല. മനസ്സിലായേ? അപ്പം ഇത് നമ്മൾ വഖഫ് ട്രൈബ്യൂണലിൽ പോയി പറയും, നിങ്ങൾക്ക് ഇത് ഇനിമേലെ പരിശോധിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല. വൈ? ബിക്കോസ് ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനടിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പൊതുധർമ്മ സ്ഥാപനം ആണ്. അതിന് മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ വഖഫ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നാണ് പുതിയ നിയമം. അതാണ് മുൻകാല പ്രാബല്യത്തിൻ്റെ അത് വരും. അത് ഇപ്പോൾ ട്രൈബ്യൂണൽ ജഡ്ജി പറയും, അയ്യോ അത് ശരിയാണല്ലോ, അപ്പോൾ ശരി, ആൾ ദ ബെസ്റ്റ്, പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏതാനും മാസങ്ങൾക്കകം ഇവിടുത്തെ സാധുക്കളുടെ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും. ഏതാനും മാസങ്ങളിൽ ഞാൻ പറയുന്നില്ല, കാരണം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ അവസ്ഥയൊക്കെ അതാണ്. എന്തായാലും വഖഫ് ബോർഡിന് മുനമ്പത്തുനിന്ന് 1 സെൻറ്റ് വസ്തു കിട്ടൂല, അതിന് യാതൊരു സംശയമില്ല. താങ്ക് യു സാർ. കൃത്യമായ കാര്യങ്ങൾ പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക്, കാരണം ഇത്രയും ആധികാരികമായ ഒരു രേഖ നമുക്ക് വെളി കിട്ടാനില്ല. തീർച്ചയായും. ഇത് അതല്ല, ഒരു കാര്യം കൂടെ പറയാമല്ലോ. ഇന്ന് ഞാൻ നെഞ്ചു വിരിച്ച് പറയുക, കേരളത്തിൽ വഖഫ് നിയമത്തിനെ കുറിച്ചിട്ടും മുനമ്പത്തെ ചരിത്രത്തിനെ കുറിച്ചിട്ടും എനിക്കറിയാമെന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്താണ് ഞാൻ നിൽക്കുന്നത്. മാതൃഭൂമിയോ മനോരമയോ ഏഷ്യാനെറ്റോ ഒന്നും എന്നെ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. കാരണം എന്താണ്? അവരുടെ താല്പര്യങ്ങൾ ചിലവും പൊളിച്ചെടുക്കും. അതുകൊണ്ട് മാത്രമാണ് വിളിക്കാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ വഖഫ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലാരും എന്നോട് തർക്കിക്കാൻ പറ്റില്ല. എന്തായാലും അത് എൻ്റെ ചാനൽ ഡിബേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളവർക്ക് പറയാൻ പറ്റും. ഏതൊക്കെയാലും നമ്മൾ പഠിച്ചത് ജനത്തിന് ഉപയോഗം വരിക. നമ്മുടെ പ്രേക്ഷകരെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ സത്യങ്ങളൊന്നും മനസ്സിലാക്കട്ടെ. ഇതാണ് സത്യം. അവർക്ക് വേണ്ടി സാറിനോട് നന്ദി പറയുന്നു. ഓക്കെ, ജനത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു സാർ. സാർ, താങ്ക് യു.